ഇപ്പോൾ ഈ ലെസ്ബിയൻസ് ആയിക്കോട്ടെ, ഗേ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പെൺകുട്ടിയുടെ മനസ്സ് അറിയാൻ വേറൊരു പെൺകുട്ടിക്ക് പറ്റും എന്നൊക്കെ പല ഡയലോഗ്സിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഒരു മെൻ ടു മെൻ നമ്മൾ മെൻ ടു മെൻ കോൺവെർസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇതേപോലെ ഒരു ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ഈ കപ്പിൾസ് വരുമ്പം എങ്ങനെയായിരിക്കും അവരുടെ ഇടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കുമോ ഈ രണ്ട് ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ട് ചെയ്യണേക്കാളും എങ്ങനെയായിരിക്കും അത്? സാധാരണ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് വരുന്ന അതേപോലത്തെ എല്ലാ ഫാക്ടേഴ്സും ഈ റിലേഷൻഷിപ്സിലുണ്ട്. അതിൽ ആകെ ജെൻഡർ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതല്ലാതെ അവർ കംപ്ലീറ്റ്ലി വേറെ എന്തോ സംഭവമാണ് അവരുടെ ഇടയിൽ എന്നുള്ളതൊന്നും നമ്മൾ ധരിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് പലപ്പോഴും അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ കുറച്ചുകൂടെ ഇമോഷണൽ കണക്ഷൻസ് കൂടുതലായിട്ടാണ് കാണാറ്. കാരണം അവർ പലപ്പോഴും ഒരു കോമൺ കോസിനോട് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും അവരൊരു കപ്പിളായിട്ട് തന്നെ മാറുന്നത്. നമ്മൾ കോമൺ എനിമി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കും എന്നൊക്കെ പറയുന്നത് പോലത്തെ സിറ്റുവേഷനിൽ സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രഷേഴ്സ്, ഫാമിലിയിൽ നിന്ന് ഉണ്ടാകുന്ന സ്ട്രഗിൾസ്, അതിനെ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ അത്രയും ഇമോഷണൽ ബോണ്ട് ഉണ്ടാവണം. പലപ്പോഴും ഫിസിക്കൽ ഇൻറ്റിമസിനേക്കാൾ കൂടുതൽ അവരുടെ ഇടയിൽ ഇമോഷണൽ കണക്ഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ആണ് ഉണ്ടാവാറുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സാധാരണ എല്ലാ റിലേഷനിലും ഉള്ള പോലത്തെ കൺഫ്യൂഷൻസും, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്സ് ഉണ്ടാവുക, അതുപോലെ ഇൻസെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യുക, അങ്ങനത്തെ പല കാര്യങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ലിവിങ് ടുഗെദർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മളിപ്പം നമ്മുടെ എപ്പിസോഡിൻ്റെ ഏറ്റവും എൻഡിലേക്ക് വരുന്നപ്പം ഐ എം എ പേഴ്സൺ, ഞാൻ ലിവിങ് ടുഗെദർ ചെയ്യുന്ന ഒരാളാണ് 5 വർഷമായിട്ട്. ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പ് 7 വർഷമായി. ഇപ്പം 2 ഇയേഴ്സ് ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു, 5 ഇയേഴ്സ് ലിവിങ് ടുഗെദർ. ശരിക്കും ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ആദ്യം ഒരു ലിവിൻ ചെയ്യുന്നത് എത്രത്തോളം ഗുണം ഉണ്ടാക്കും അല്ലെങ്കിൽ എത്രത്തോളം ദോഷമാണോ ഉണ്ടാക്കുന്നത്? ആക്ച്വലി എന്താ അറിയോ, നമ്മൾ ഈ ലിവിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റിയിൽ പെട്ടെന്ന് അവരതിനെടുക്കുന്നത് ഫിസിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പോയി ഒരു ഗേളും ബോയും സ്റ്റേ ചെയ്യുന്നു. ഓക്കെ, അതിനിപ്പോൾ ഒരുമിച്ച് പോയി സ്റ്റേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സെൻസ് ഉള്ളവർക്ക് വെരി ബേസിക്കായിട്ട് തിങ്ക് ചെയ്താൽ തീരുന്ന കാര്യമുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സൊസൈറ്റിയിലെ ആളുകളെല്ലാവരും ഇപ്പോഴും കുറേ പേര് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പേഴ്സണൽ ഒപ്പീനിയനായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ കംപ്ലീറ്റ്ലി ഇതിനെ എഗ്രി ചെയ്യുന്ന ടൈപ്പ് ഓഫ് പേഴ്സണാണ്. അതായത് മാരേജ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലീഗൽ പ്രോസസ്സ് അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അത് ഇന്നത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിനൊരു എക്സ്ട്രാ സെക്യൂരിറ്റി ഒന്നും എവിടെയും തരുന്നില്ല. ഓക്കെ, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഫാമിലി ലൈഫാണ് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന പല ആളുകളുടെയും ലൈഫ് ഈ പറയുന്ന നീഡ്സിനും പല കാര്യങ്ങൾക്കുമായിട്ട് പല രീതിയിൽ നമ്മൾ നേരത്തെ പറയുന്ന പോലത്തെ ചീറ്റിംഗ് സിറ്റുവേഷൻസും കാര്യങ്ങളിലും ഒക്കെ പോകുന്നത്, എന്നാൽ ഫാമിലി ഒട്ടും അവെയർ അല്ലാതെ പോകുന്നതും അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് കാണുന്ന ആളുകളാണ് നമ്മൾ. ഓക്കെ, അതുകൊണ്ട് മാരേജ് എന്നുള്ളത് ഒരിക്കലും ഒരു കാര്യത്തിനും ഒരു ഉറപ്പുമല്ല. ആൻഡ് അങ്ങനെ പറയാൻ പാടുണ്ടോയെന്നറിയില്ല. സെപ്പറേറ്റഡ് ആവണം എന്ന് തോന്നുന്ന പോയിന്റിൽ നിങ്ങളുടെ ലൈഫിനെ മോർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നൊരു പ്രോസസ്സ് മാത്രമാണ് മാരേജ്. നമുക്ക് നമ്മളുടെ കൾച്ചറൽ വാല്യൂസും സിസ്റ്റംസും അനുസരിച്ച് ഇപ്പോൾ മാരേജ് സെറിമണീസ് ഉണ്ടാവും അല്ലേ, ക്രിസ്ത്യൻ രീതിയിലും മുസ്ലിം രീതിയിലും ഹിന്ദു രീതിയിലും ഒക്കെ നമ്മൾ പല രീതിയിലും മാരേജ് പ്രോസസ്സുകൾ ചെയ്യുമായിരിക്കും. അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ യു ക്യാൻ ഡൂ ദാറ്റ്. പക്ഷെ അതൊരു ലീഗൽ പ്രോസസ്സായിട്ട് നിങ്ങളെ ലോക്കാക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ആ ചോയ്സ് എടുക്കാത്ത ആളുകളെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ബേസിക്കലി വേണ്ടത് ആ കമ്മിറ്റ്മെൻറ്റാണ്. ഇയാളുടെ കൂടെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള കമ്മിറ്റ്മെൻറ്റ്. അത് കൊടുക്കണമെങ്കിൽ എനിക്ക് ആദ്യം ഉറപ്പ് വേണം അല്ലേ. ഉറപ്പ് വേണമെങ്കിൽ ദൂരെ നിന്ന് കണ്ട് ചിരിച്ച് കാണിച്ച് ഫോണിൽ കൂടെ 2 സംസാരിച്ച് 2 വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ 7 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത്. അത് നമ്മളെന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ ഈ പറയുന്ന ഹണിമൂൺ ഫേസിൻ്റെ പീരീഡ് എന്നോട് ചോദിച്ചില്ലേ, അത് കഴിഞ്ഞ് ആ കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോകണോ വേണ്ടോ എന്നുള്ളത് പലപ്പോഴും ഡിസൈഡ് ചെയ്യുന്ന ഒരു പീരീഡാണ് ഈ 7 ഇയേഴ്സ്. എല്ലാ ഫ്ലോസും കണ്ട് എല്ലാ കോൺഫ്ലിക്റ്റുകളും വന്ന് വഴക്കും അടിയിടിയും ബഹളമൊക്കെ വന്ന് ഇയാൾ തന്നെ മതി, നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ വേ ചെയ്ത് നോക്കിയാലും ഇഷ്ടക്കൂടുതലിൻ്റെ ത്രാസ് കുറച്ച് കയറി നിൽക്കുന്നുണ്ട് തോന്നുമ്പോഴാണ് നമ്മളതിൽ കയറി പോവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ഇവരുടെ ഡെയിലി ഹാബിറ്റ്സും കാര്യങ്ങളും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഇൻവോൾവ് ആണോ എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ, ഇമോഷണലി എത്രത്തോളം അവൈലബിൾ ആവും,
കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ ഇയാൾ എങ്ങനെ നിൽക്കും, ഇതെല്ലാം മനസ്സിലാവണമെങ്കിൽ ഒരുമിച്ച് നിന്നാലേ പറ്റുള്ളൂ.